ഞാൻ ഈ വീഡിയോ ചെയ്യണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. കാരണം എന്താ അറിയോ, ടൊയോട്ട അവരെ പുതിയ ഹൈലക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് 2025ലും 2026ലും വ്യത്യാസങ്ങളെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോകണമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് ആദ്യം തന്നെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലെ ഏറ്റവും നല്ലൊരു മാറ്റം എനിക്ക് തോന്നിയത് സ്റ്റിയറിംഗ് വീലാണ്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല 12.3 ഇഞ്ചസ് ആണ് 12.3 ഇഞ്ചസ് ടച്ച് സ്ക്രീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഹൈലക്സിനെ ഏറ്റവും വലിയ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഫോർച്യൂണറിൻ്റെ അതേ ഇൻറ്റീരിയറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയാം. പക്ഷേ എന്നിരുന്നാലും എനിക്കതൊരു ഫോർച്യൂണറിൻ്റെ ഇൻറ്റീരിയർ പോലെ നല്ലോണം ഫീൽ ചെയ്തിരുന്നു. അതൊരു ചേഞ്ച് ഇപ്രാവശ്യം ടൊയോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം 12.3 ഇഞ്ചസിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല 7 ഇഞ്ച് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് ഇപ്രാവശ്യം ടൊയോട്ട ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത പുതിയ ഹൈലക്സിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ടൊയോട്ട ലെറ്ററിംഗ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. പിന്നെ ബോഡി കളേർഡ് ഗ്രില്ലാണ് വരുന്നത്. ആ ഹണി കോമ്പിൻ്റെ ഗ്രില്ല് വരുന്നിടത്തൊക്കെ നമ്മുടെ ബോഡി കളറിൻ്റെ ഗ്രില്ലാണ് വരുന്നത്. പിന്നെ ഹാലോജൻ ഫോഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓഫ് റോഡ് ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ലോ റേഞ്ച് ഗിയർ ആണ് വരുന്നത്. ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് വരുന്നുണ്ട്. മൾട്ടി ടെറൈൻ മോഡ്സ് ഉണ്ട്. ക്രൗൾ സപ്പോർട്ട് ഉണ്ട്. ഹെവി ഡ്യൂട്ടി സസ്പെൻഷനാണ് ഇതിപ്പോൾ പുതിയ ഹൈലക്സിൽ വരുന്നത്. സസ്പെൻഷനിലൊന്നും മാറ്റമില്ല. ഓൾറെഡി പഴയ ഹൈലക്സിലുണ്ടായിരുന്ന അതേ സസ്പെൻഷൻ തന്നെയാണ് ഇപ്പോഴത്തെ ഹൈലക്സിലും വരുന്നത്. എനിക്ക് തോന്നുന്നു പുതിയ ടൊയോട്ട ഹൈലക്സിൽ പഴയ മോഡലിനേക്കാളും നല്ല കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ടൊയോട്ടയുടെ എല്ലാ വണ്ടിയും നമുക്ക് അങ്ങനെ ഓക്കെ ആവില്ല. കാരണം അവരുടെ പ്രൈസ് റേഞ്ച് എപ്പോഴും അത്യാവശ്യം കൂടുതലായിരിക്കും. അത് മേടിക്കുന്ന ആൾക്കും ഒരു ഉപകാരമുള്ള കാര്യമാണ്. നമ്മൾ ഈ വണ്ടി സെക്കൻഡ്സ് കൊടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ വില നമുക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാലും സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യത്തിലും വേറെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഇപ്രാവശ്യം ലോഞ്ച് ചെയ്ത ഹൈലക്സിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.